നല്ലൊരു അടിപൊളി ഉറക്കം ഉറങ്ങി അങ്ങ് എഴുന്നേറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 9-10 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം എന്താണ്, ഇന്ന് വീക്കെൻഡാണ്, ഓഫീസും ഇല്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചില്ലായിട്ടൊരു വീക്കെൻഡ് മോർണിംഗ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ, അങ്ങനെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ, ഒരു ടു ഡു ലിസ്റ്റൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു ദിവസം എഴുന്നേക്കാനായിട്ട്. വീക്കെൻഡിൽ ഇങ്ങനെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്താൽ മാത്രമാണ് എനിക്ക് വീക്ക് ഡേയ്സിലേക്കുള്ള ആ ഒരു എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റാറുള്ളൂ. എല്ലാ ദിവസവും ഒരേ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു മടുപ്പുമാണ്, എനർജി ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് ആവുന്ന പോലെ തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ ആ ഒരു മോർണിംഗും വീക്കെൻഡിൽ ആ ഒരു ദിവസങ്ങളൊക്കെ ഒരു ഗോ വിത്ത് ദ ഫ്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ എടുക്കാറുള്ളത്. ആ ഒരു ദിവസം എന്താണോ ചെയ്യാനായിട്ട് തോന്നുന്നത് അതൊക്കെ അങ്ങ് ചെയ്ത് ചില്ലായിട്ടിരിക്കുക എന്നുള്ളതാണ് വീക്കെൻഡിലെ നമ്മുടെ പരിപാടി. പൊതുവേ എല്ലാ ദിവസവും ഞാൻ കോഫിയൊന്നും കുടിക്കാറില്ല. അപ്പോൾ വീക്കെൻഡിലാണെങ്കിൽ എനിക്ക് എന്താണോ ചെയ്യാനായിട്ട് തോന്നുന്നത് അതങ്ങ് ചെയ്ത് ചില്ലായിട്ട് ആ ഒരു വൈബ് അങ്ങ് എൻജോയ് ചെയ്യാന്നുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എഴുന്നേറ്റ് വരുന്നത് തന്നെ എൻ്റെ ഫോണും കൊണ്ടായിരിക്കും കേട്ടോ. യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കരുതും ഈ ഒരു സ്ക്രോളിങ് തുടങ്ങിയിട്ട് ആകെ ഒരു 5-10 മിനിറ്റേ ആയിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. ടൈം നോക്കുമ്പോഴാണ് മനസ്സിലാവുക 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അങ്ങനെ ഷഡേന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ ആ ഒരു മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമായിട്ട് ഒരു നിർവൃതിന്നോ എന്താ പറയുക, ആ ഒരു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ആ ഒരു മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നല്ലൊരു ചിൽ മോർണിംഗ് ആണ്, നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് എന്നുള്ള ആ ഒരു ഫീല് വരണമെങ്കിൽ കുറച്ച് ആ ഒരു സൈലൻസ് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ ആ ഒരു ഫോണൊക്കെ മാറ്റി വെച്ച് ആ ഒരു സമയത്ത് എന്താണോ ചെയ്യാൻ തോന്നുന്നത്, വെറുതെ ഇരിക്കാനാണെങ്കിൽ വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കും ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാനറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് എന്താണോ എഴുതാനായിട്ട് തോന്നുന്നത് അതൊക്കെ എഴുതി അങ്ങനെ അങ്ങ് ഇരിക്കുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ എൻ്റെ മോനെ, അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, നമ്മളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമ്മൾ ഒരിക്കൽ അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു രീതിയിൽ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തോന്നുക കേട്ടോ. വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് തന്നെ ഒരു ലോഡ് കാര്യങ്ങളുണ്ടാവും മനസ്സിൽ ചെയ്ത് തീർക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു മോർണിംഗ് വേണം എന്നുണ്ടായതുകൊണ്ട് തന്നെ ടു ഡു ലിസ്റ്റും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സുഖം വേറെ തന്നെയാണ്. അതങ്ങനെ ഇരിക്കുമ്പോഴുള്ള ആ ഒരു സുഖം നമുക്ക് ശരിക്കും ഒന്ന് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളെ മനസ്സിൽ, നമ്മളെ ബ്രെയിനിൽ യാതൊരു ചിന്തയും ഇനി ആ ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ടല്ലോ, ഈ ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്നുള്ള ആ ഒരു തോട്ട് വരരുത് കേട്ടോ. ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു റിലാക്സേഷൻ ശരിക്കും അങ്ങ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വീക്കെൻഡ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു ബൊക്കെ എനിക്ക് ഏട്ടൻ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ. ഈ ഒരു ഓഗസ്റ്റിൽ എന്ത് വാലന്റൈൻസ് ഡേ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് February 21 കേട്ടോ. ഏകദേശം കുറച്ചധികം മാസങ്ങളായിട്ടുണ്ടാവും. ഞാൻ വെറുതെ എൻ്റെ ഗാലറി നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ശനിയാഴ്ചത്തേക്ക് ഈ ഒരു വീഡിയോ റെഡിയാക്കി പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ ഒരു ബൊക്കെ ഏട്ടൻ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഏട്ടൻ നാട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാളെ വിളിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് അയാൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുത്തന്നതായിരിക്കും. ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. എനിക്ക് ഒരു ഫ്ലവർ ബൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ചില്ലായിട്ടുള്ള ഒരു മോർണിംഗ് വേണമെങ്കിൽ നമ്മുടെ തലയിൽ കുറേയധികം കാര്യങ്ങൾ അങ്ങനെ ഓടാതിരിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു വീക്ക് ഡേയ്സിൽ നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർക്കുക. അങ്ങനെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതല്ലാതെ നമ്മളെ മൈൻഡിൽ ഒരു ലോഡ് കാര്യങ്ങൾ ആ ഒരു വീക്ക് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീക്കെൻഡ് ഇങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ചില്ലായിട്ടുള്ള മോർണിംഗ് കിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, വീക്ക് ഡേയ്സ് നമ്മൾ പട്ടിപ്പണി എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വീക്കെൻഡിൽ രാജാവിനെ പോലെ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ആ ഒരു ദിവസങ്ങൾ അങ്ങ് സ്പെൻഡ് ചെയ്യാന്നേ. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ചെയ്യാൻ ഇഷ്ടമുള്ളത് മാത്രമല്ല
എൻ്റെ മൈൻഡ് ഭയങ്കര കാമാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് ചുമ്മാതെയുള്ള എല്ലാ ദിവസവും പ്ലാൻ ചെയ്യുന്ന പോലെ ആ ഒരു ദിവസം പ്ലാൻ ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ മൊത്തം ലൈഫ് ഒന്ന് ഒരു അടുക്കും ചിട്ടയിൽ കൊണ്ടുവരാമെന്ന് പറയില്ലേ, ആ ഒരു രീതിയിലുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അതായത് നമുക്കൊരു ഇയർലി ഗോളൊക്കെ ഉണ്ടാവും. ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഓരോ ദിവസത്തിലും നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഓരോ ദിവസവും സ്മൂത്ത് ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ജേർണലിംഗ് പോലെ ഞാനിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് വരുത്തേണ്ടത്, ഞാൻ എന്നോട് തന്നെ പറയുന്ന രീതിയിൽ ജേർണലിംഗ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു ദിവസങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നതും എനിക്ക് വല്ലാത്തൊരു റിലാക്സേഷനാണ്. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ദിവസമല്ല, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഇന്ന് ഒരു വയനാട് വിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ഏട്ടൻ വയനാട്ടുകാരനാണല്ലോ, അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയായിരുന്നു. നാട്ടിൽ നിന്ന് ഇവിടെ മസ്കറ്റിലെത്തിയ സമയത്ത് ഇങ്ങനെ വയനാട്ടുകാരെ കാണുന്ന സമയത്ത്, നമ്മുടെ സ്വന്തം നാട്ടുകാരെ വേറൊരു നാട്ടിൽ വന്നിട്ട് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വേറെ കണ്ണൂരാണെങ്കിലും കാസർഗോഡൊക്കെ ആണെങ്കിലും ഒരു കൂട്ടായ്മയുണ്ട് കേട്ടോ, ഓരോ ജില്ലക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നാട്ടിൽ ഏട്ടൻ ഇവിടെ മസ്കറ്റിൽ വന്ന സമയത്ത് ഇങ്ങനെ വയനാട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം ഏട്ടൻ തീരുമാനിച്ചൊരു കാര്യമാണ് വയനാട്ടിലുള്ള പ്രവാസികളെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഓരോ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴും വയനാട്ടുകാരായ ആൾക്കാരുടെ നമ്പറൊക്കെ ഏട്ടൻ സേവ് ചെയ്ത് വെച്ച് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് വളർന്ന് അതിലിപ്പം കുറച്ചധികം ആൾക്കാരൊക്കെ ആയി. അങ്ങനെ അവരുടെ ഒരു ഫാമിലി മീറ്റപ്പാണ്, ഒരു ഫസ്റ്റ് ഫാമിലി മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പം കുറേ പേരെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു കേട്ടോ. പോയപ്പോൾ തന്നെ അവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിലായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രജിസ്ട്രേഷനും കാര്യങ്ങളും പിന്നെ കുറേ അധികം പരിപാടിയൊക്കെ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി വരെയുള്ള പ്രോഗ്രാമൊക്കെ ആയിരുന്നു. കുട്ടികളുടെ ഡാൻസ്, പാട്ട്, പിന്നെ കുറേ അധികം ഗെയിംസ്, ഫുഡ് ഒക്കെ ആയിട്ടൊരു അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു. പിന്നെ ഏട്ടനാണെങ്കിലും കുറച്ച് ഇമോഷണൽ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി മീറ്റപ്പ് ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ ഈ ഒരു ഗ്രൂപ്പ് വളർന്നെത്തും എന്നുള്ളത് ഏട്ടൻ ആ ഒരു ആരംഭഘട്ടത്തിലൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്കാർക്ക് പരസ്പരം ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കൂട്ടായ്മ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണല്ലോ എന്നുള്ള രീതിയിൽ ഏട്ടൻ തുടങ്ങി വെച്ചതായിരുന്നു. അപ്പം ഇതാ ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അത് ആർക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ഫീല് എന്തായാലും അതുകൊണ്ട് തന്നെ ജുമയൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് പരിപാടിയൊക്കെ ഇനാഗ്രേഷന് മുമ്പൊക്കെ കുറച്ച് ഇതുപോലുള്ള കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഒരു ഫാം ഹൗസിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഒരു തണലും പച്ചപ്പും ഹരിതാഭിയും പിന്നെ കുട്ടികൾക്ക് കുറേ പക്ഷിയും പൂച്ചയും നായ്ക്കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റൂമിനകത്ത്, ഒരു ഫ്ലാറ്റിനകത്ത് ഇങ്ങനെ എല്ലാ ദിവസവും ഒരു വീക്ക് ഡേയ്സ് ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു തുറന്ന സ്ഥലത്തേക്ക്, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കുറേ ആൾക്കാരുടെ ഇടയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ആരാണ് വെള്ളത്തിൽ കളിക്കുന്നത്? ഏത് കുട്ടികളാ വെള്ളത്തിൽ കളിക്കുന്നത്? ഇതാ പോലീസ് വരുന്നുണ്ട് കേട്ടോ. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ പ്രവാസി വയനാടിൻ്റെ ഫൗണ്ടർ നമ്മളോട് ആമുഖ പ്രഭാഷണം നടത്തുന്നതായിരിക്കും മിഥുൻ രാജ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അതുപോലെ നമ്മുടെ ഭാരത്. എന്നെ സംബന്ധിച്ചോളം ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്, വളരെ വികാരാധീനാണ് ഞാനിപ്പോൾ. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ്, 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു ചെറിയ സ്വപ്നം
അത് ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇങ്ങനെ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണത്. അത് എന്നെ സംബന്ധിച്ചോളം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. ബാംഗ്ലൂരിൽ നിന്ന് ജോലി, ഇവിടെ മിനിസ്ട്രിയിൽ ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് 2018 കണ്ണൂരുകാരുടെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ ഇടയായി. അപ്പോൾ അതിനുശേഷം ഞാൻ പലപ്പോഴും ചോദിച്ചു, നമ്മുടെ വയനാട്ടുകാരായ ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഘടനകളോ എന്തെങ്കിലും ഉണ്ടോ? കാരണം വയനാട്ടുകാരോളം സ്നേഹവും ഊഷ്മളതയും ആ ഒരു ബോണ്ടിന്റെ ആ ഒരു സ്ട്രെങ്ത് ഉള്ള മറ്റൊരു ബന്ധങ്ങളും ഞാൻ ജീവിതത്തിൽ വേറെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വാട്ട് വി കുഡ് ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി, ആ ഒരു ക്വസ്റ്റ്യൻ, അത് എങ്ങനെ നമുക്കൊരു നല്ല അസോസിയേഷൻ ആയിട്ട്, ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നല്ലൊരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു മറ്റൊരു ദിവസം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾക്കിതാ ഈ ഒരു ദിവസം, ഈ ഒരു സമയം മാത്രമേ പ്രോമിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നാളെ എന്താണെന്നോ തൊട്ടടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്ക് ആർക്കും പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓരോ സമയവും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരാ ജീവിക്കുക, അല്ലേ?